ഹായ്, നമ്മൾ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് പോവാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഗ്രോത്ത്സ് ഗ്രാഫ് എന്താണെന്നുള്ളതും പിന്നെ ഷാഡോ ഗ്രാഫ് എന്താണെന്നുള്ളതും രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ ഷാഡോ ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് ഓഫ് ജി ആണ്. അപ്പോൾ എന്താണ് ഷാഡോ ഗ്രാഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഷാഡോ ഗ്രാഫ് ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യം പറയുന്നത്. ദ ഷാഡോ ഗ്രാഫ് എസ് ഓഫ് ജി ഓഫ് എ ഗ്രാഫ് ജി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ജി ബൈ ആഡിങ് for each vertex v of g a new vertex v dash called shadow vertex and shadow vertex of v and joining v dash to the neighbors of v in g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ C5 എടുക്കുകയാണ്. അതായത് സൈക്കിൾ ഓഫ് ഓർഡർ 5 5 വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ അകത്ത് 5 വെർട്ടെക്സുകളാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഷാഡോ വെർട്ടെക്സ് ഉണ്ടാക്കി ഷാഡോ ഗ്രാഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ ഒരു വെർട്ടെക്സ് മാർക്ക് ചെയ്യുന്നു. അതിന് ഞാൻ എന്ത് പേര് കൊടുത്തു? യു ഡാഷ് എന്ന് പേര് കൊടുത്തു. അതിൻ്റെ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എഴുതുന്നില്ല. എന്നിട്ട് ചെയ്യുന്ന കാര്യം യു ആരൊക്കെ ആയിട്ട് അഡ്ജസൻ്റ് ആണോ, ഇപ്പോൾ യു എന്ന് പറയുന്ന ആരൊക്കെ ആയിട്ട് അഡ്ജസൻ്റാണ്? വൈയും വിയും ആയിട്ട് അഡ്ജസൻ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ യു ഡാഷിനെ ഈ വൈയും വിയും ആയിട്ട് എന്ത് ചെയ്യും? യോജിപ്പിക്കും. അതുപോലെ ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു വെർട്ടെക്സ് മാറ്റും. അതിനെ ഞാൻ എന്ത് പേര് വിളിച്ചു? വൈ ഡാഷ് എന്ന് വിളിച്ചു. എന്നിട്ട് ഈ വൈ ആരൊക്കെ ആയിട്ടാണോ അഡ്ജസൻ്റ് അവരെ തമ്മിൽ എന്ത് ചെയ്യും? ഈ വൈ ഡാഷിനെ യോജിപ്പിക്കും. ആ ഗ്രാഫ് ഇവിടെ ഇച്ചിരി വൃത്തിയായിട്ട് അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. യു വി ഡബ്ല്യു എക്സ് വൈ. അതായത് ഒരു ഗ്രാഫ് ജി തരികയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ അകത്ത് ഓരോ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിൻ്റെ ഷാഡോ വെർട്ടെക്സ് ഉണ്ടാക്കണം. ആ ഷാഡോ വെർട്ടെക്സ് ഈ ഗ്രാഫിൽ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ ഈ വെർട്ടെക്സ് യു ആരൊക്കെയായിട്ട് അഡ്ജസൻ്റ് ആണോ അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? യു ഡാഷ് യോജിപ്പിക്കണം. അതായത് യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരെ വരച്ചു? യു ഡാഷ് വരച്ചു. യു ആരൊക്കെയായിട്ട് അഡ്ജസൻ്റ് ആണ്? വൈയും വിയും ആയിട്ട് അഡ്ജസൻ്റ് ആണ്. ആ വൈയും വിയും ആയിട്ട് എന്ത് ചെയ്തു? യു ഡാഷ് യോജിപ്പിച്ചു. അതുപോലെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ഡാഷ് വെച്ചു. വൈ എന്ന് പറയുന്നത് യുവും എക്സും ആയിട്ട് അഡ്ജസൻ്റ് ആണ്. അവർ രണ്ടുപേരുമായിട്ട് എന്ത് ചെയ്തു? വൈ ഡാഷ് യോജിപ്പിച്ചു. അപ്പോൾ ഓക്കെ, ഇവിടെ എക്സ് ഉണ്ട്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഡാഷ് വന്നു. എക്സ് എന്ന് പറയുന്നത് വൈയും ഡബ്ല്യു ആയിട്ട് അഡ്ജസൻ്റ് ആണ്. വൈയും ഡബ്ല്യു ആയിട്ട് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്തു? എക്സ് ഡാഷ് യോജിപ്പിച്ചു. അതുപോലെ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു ഡാഷ് കൊണ്ടുവന്നു. അവരാരൊക്കെ ആയിട്ടാണോ അഡ്ജസൻ്റ് അവരുമായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ ഗ്രാഫിനെ, ഇങ്ങനെ നമ്മൾ ഓരോ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുന്ന ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഷാഡോ ഗ്രാഫ്. എന്താണ്? ഷാഡോ ഗ്രാഫ്. അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രാഫാണ് ഷാഡോ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് വെക്കും? ഷാഡോ വെർട്ടെക്സ് വെക്കും. എന്നിട്ട് ഇയാൾ ആരൊക്കെയായിട്ട് അഡ്ജസൻ്റ് ആണോ അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇയാളെയും അഡ്ജസൻ്റ് ആക്കി വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, എ വെർട്ടെക്സ് ഓഫ് ജി ആൻഡ് ഇറ്റ്സ് ഷാഡോ വെർട്ടെക്സ് ആർ നോട്ട് അഡ്ജസൻറ്റ്. യുവും യു ഡാഷും, അതായത് യു എന്ന് പറയുന്ന വെർട്ടെക്സും അതിൻ്റെ ഷാഡോ വെർട്ടെക്സാണ് യു ഡാഷ്. ഇവർ തമ്മിൽ എന്തില്ല? അഡ്ജസൻസി ഇല്ല. ഇവർ തമ്മിൽ ഒരു എഡ്ജ് പോലും വരുന്നില്ല. നമുക്ക് വൈയും വൈ ഡാഷും എഡ്ജില്ല, എക്സും എക്സ് ഡാഷും എഡ്ജില്ല, ഡബ്ല്യുവും ഡബ്ല്യു ഡാഷും തമ്മിൽ എന്തില്ല? എഡ്ജില്ല. അപ്പോൾ ഷാഡോ ഗ്രാഫിൻ്റെ അകത്ത് ഒരു വെർട്ടെക്സും അതിൻ്റെ ഷാഡോ വെർട്ടെക്സും തമ്മിൽ എന്തില്ല? അഡ്ജസൻസി ഇല്ല. അതുപോലെ നോ ടു ഷാഡോ വെർട്ടിസസ് ആർ അഡ്ജസൻറ്റ്. അതേപോലെ തന്നെ ഗ്രാഫിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു ഡാഷ് വൈ ഡാഷ് എക്സ് ഡാഷ് ഡബ്ല്യു ഡാഷ് വി ഡാഷ് ഇവരിൽ ഒരാൾ പോലും എന്തല്ല? അഡ്ജസൻ്റ് അല്ല. അല്ലാതെ ഇവർ തമ്മിലൊന്നും എന്ത് വരുന്നില്ല? കണക്ഷൻ വരുന്നില്ല എന്നാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു ഗ്രാഫിൻ്റെ അകത്ത് എന്ത് വരുന്നില്ല? ഷാഡോ വെർട്ടെക്സുകൾ തമ്മിലൊന്നും എന്ത് വരുന്നില്ല? അഡ്ജസൻസി വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫിൻ്റെ അകത്ത് എങ്ങനെയാണ് ഷാഡോ ഗ്രാഫ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഈ രണ്ട് പ്രോപ്പർട്ടികളും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. C5 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഷാഡോ ഗ്രാഫ് ഓഫ് C5. അതുപോലെ ഇൻ ജനറലി ഏത് ഗ്രാഫ് എടുത്താലും അതിന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഷാഡോ ഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഗ്രോത്ത്സ് ഗ്രാഫ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോത്ത്സ് ഗ്രാഫ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ C5 എന്ന് പറയുന്ന ഗ്രാഫില്ലേ അതിൻ്റെ ഷാഡോ ഗ്രാഫ് ഉണ്ടാക്കുക. അതിൻ്റെ ഷാഡോ ഗ്രാഫ് ഉണ്ടാക്കുമ്പോഴേക്കും ഈ കിട്ടിയിരിക്കുന്ന രൂപത്തിൽ കിട്ടും. ഈ ഷാഡോ ഗ്രാഫിൻ്റെ അകത്ത് ഞാൻ പുതിയൊരു വെർട്ടെക്സ് ഇസഡ് കൺസ്ട്രക്ട് ചെയ്യും. ആ ഇസഡിൻ്റെ അകത്ത് ഇതിൽ ഓരോ ഷാഡോ വെർട്ടെക്സുമായിട്ട് യോജിപ്പിക്കും. അപ്പോൾ കിട്ടുന്ന പുതിയ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത്സ് ഗ്രാഫ്. അത് C5ൻ്റെ ഷാഡോ ഗ്രാഫിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു?
പുതിയൊരു വെർട്ടെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ വെർട്ടെക്സ് ഓരോ ഷാഡോ വെർട്ടെക്സുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഗ്രോച്ച് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ അകത്തൊന്നും എന്തില്ല, ഒരു ട്രയാങ്കിൾ പോർഷൻ പോലും നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു എക്സാമ്പിളിൻ്റെ പ്രത്യേകത. ഓക്കെ, എന്തായാലും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു തിയറം കൂടെ ഇതിൻ്റെ അകത്ത് വെർട്ടെക്സ് കളറിങ്ങിൻ്റെ അകത്ത് ഒരു തിയറം കൂടെ ഉണ്ട്. അപ്പോൾ ആ തിയറത്തിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് പോകാം. ഓക്കെ, താങ്ക് യു.